ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത ക്രൂരതകളാണ് ജാനഡയ്ക്ക് നേരിടേണ്ടി വന്നത്. ബൊക്കോ ഹറാം തീവ്രവാദികൾ തന്റെ പിതാവിന്റെ കഴുത്തിൽ അരിവാൾ വെച്ചുകൊണ്ട് തന്റെ പിതാവുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ വെറുതെ വിടാമെന്ന് പറഞ്ഞുവെന്ന് ജാനഡ നിറകണ്ണുകളോടെ പറഞ്ഞു. ഇത് മറക്കുവാനും പൊറുക്കുവാനും എളുപ്പമല്ല. എങ്കിലും ഞാനവരോട് ഹൃദയം കൊണ്ട് ക്ഷമിക്കുന്നു. ഇത് ഞാൻ തന്നെയാണോ പറയുന്നത് എന്നെനിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ഞാനവരുടെ ആത്മാക്കളുടെ മോക്ഷത്തിനായി പ്രാർത്ഥിക്കുന്നു. 22-കാരിയായ ജാനഡ പറഞ്ഞു. 2 പ്രാവശ്യം ബൊക്കോ ഹറാമിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് ജാനഡയുടെ കുടുംബം. അതേ തുടർന്ന് ലേക്ക് ചാഡിലെ ബാഗ പ്രദേശിന്റെ ഗവൺമെന്റ് മേഖലയിലെ വീടുപേക്ഷിച്ച് ബോർണോ സംസ്ഥാനത്തിലെ അസ്കിര ഉബായിലെ പുതിയ വീട്ടിലേക്ക് മാറുകയായിരുന്നു. മൈദുഗുരിയിൽ കുറച്ച് കൃഷിഭൂമി സ്വന്തമാക്കിയ ജാനഡയുടെ പിതാവ് അവിടെ കൃഷി നടത്തി വരികയാണ് അടുത്ത വേട്ടയാടലുണ്ടായത്. ഞങ്ങളുടെ പേടി സ്വപ്നം അവസാനിച്ചു എന്ന സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ. എന്നാൽ 2018 ഒക്ടോബർ 20 ഞങ്ങളുടെ സന്തോഷം അവസാനിച്ചു. കൃഷിഭൂമിയിൽ ക്രിസ്തീയ ഭക്തിഗാനവും പാടിക്കൊണ്ട് ജോലി ചെയ്തിരുന്ന ഞങ്ങളെ ബൊക്കോ ഹറാം വളഞ്ഞു. ചിന്തിക്കുവാൻ പോലും കഴിയാത്ത കാര്യമാണ് അവർ ഞങ്ങളോട് ചെയ്തത്. താനുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുവാൻ അവർ പിതാവിനെ നിർബന്ധിച്ചപ്പോൾ എനിക്കെന്റെ സ്വന്തം മാംസവും രക്തവുമായി അങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പിതാവ് മരണം വരിക്കുകയായിരുന്നുവെന്ന് ജാനഡ പറയുന്നു. തന്റെ നരകയാതന അവിടം കൊണ്ട് അവസാനിച്ചില്ലെന്ന് പറഞ്ഞ ജാനഡ 2020 നവംബർ 9 മറ്റൊരു സംഘം തീവ്രവാദികൾ തന്നെ ബന്ദിയാക്കുകയും 6 ദിവസത്തോളം തന്നെ ശാരീരികവും മാനസികവുമായി ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നും കൂട്ടിച്ചേർത്തു. 2020 നവംബർ 15 മോചിതയായ ജാനഡ കുറച്ചു ദിവസങ്ങളോളം തന്റെ അമ്മയ്ക്കൊപ്പം ചെലവഴിച്ച ശേഷം മൈദുഗുരി രൂപതയുടെ കീഴിലുള്ള കത്തോലിക്ക ട്രോമ സെന്ററിൽ പ്രവേശിക്കപ്പെടുകയായിരുന്നു. നിരവധി വൈദ്യപരിശോധനകൾക്കും കൌൺസിലിംഗുകൾക്കും വിധേയയായ അവൾ ഇപ്പോൾ സൗഖ്യത്തിന്റെ പാതയിലാണ്. ദൈവത്തിന്റെ ശക്തിയിൽ സംശയിച്ച ജാനഡ പിന്നീട് തന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ തന്നെ ദൈവവുമായി കൂടുതൽ അടുപ്പിച്ചുവെന്നും തന്റെ ക്രിസ്തുവിശ്വാസം ശക്തിപ്പെട്ടെന്നും കൂട്ടിച്ചേർത്തു. നൈജീരിയയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന 100 വേട്ടയാടലുകളിൽ ഒന്നു മാത്രമാണ് ജാനഡയുടേത്. ഇസ്ലാമിക ഭീകരർ നടത്തുന്ന അതിക്രൂരമായ വേട്ടയാടലിൽ രാജ്യത്തെ ക്രൈസ്തവ സമൂഹം നേരിടുന്നത് സമാനതകളില്ലാത്ത പീഡനങ്ങളാണ്. പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡ് ഇന്റർനാഷണലാണ് ജാനഡ മാർക്കസിന് ഇസ്ലാമിക് തീവ്രവാദി സംഘടനയായ ബൊക്കോ ഹറാമിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരതകൾ പുറത്തെത്തിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാന ന്യൂസ്.